പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും ക്ലാസ്സിന് തയ്യാറായി പാഠപുസ്തകമൊക്കെ എടുത്തു വെച്ച് ഇരിക്കുകയാവും അല്ലേ? 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നത് നിങ്ങൾ ചെറുതായി പരിചയപ്പെട്ടു കഴിഞ്ഞു. ആ യൂണിറ്റിലെ 1ാമത്തെ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ് ആ പാഠം? പ്ലാവിലക്കഞ്ഞി. പ്ലാവിലക്കഞ്ഞി ഒരു കഥയാണ്. കഥ പോലെ നമുക്ക് തോന്നാം, കഥ തന്നെയാണ്. എങ്കിലും അത് ഒരു നോവലിൻ്റെ ഭാഗമാണ്. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് അത്. ആ പാഠത്തിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാട്ടെ. കോരൻ, ചിരുത, കോരൻ്റെ അച്ഛൻ, ഇവരുടെ ജീവിത കഥയാണ് ചെറിയ ഭാഗം. അതാണ് നമ്മൾ പഠിച്ചത്. ഈ പാഠം ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചത് എന്തുകൊണ്ടാവും എന്നൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതാവസ്ഥ എന്താണ്, ആ ജീവിതാവസ്ഥയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ അവർ മറികടക്കുന്നത് എങ്ങനെയാണ് അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഓർമ്മിച്ച് നോക്കിയട്ടെ. ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, എങ്കിലും അവർ സ്നേഹം കൊണ്ട് പ്രയാസങ്ങളെ മറികടക്കുന്നുണ്ട്. അത്തരത്തിൽ സ്നേഹബന്ധങ്ങളുടെ ഒരു കഥ പറയുന്ന ഒരു പാഠം കൂടി നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ആ പാഠത്തിൻ്റെ പേര് ഓരോ വിളിയും കാത്ത് എന്നതാണ്. ഈ കഥ എഴുതിയത് UK കുമാരനാണ്. മലയാളത്തിലെ ശ്രദ്ധേയനായ കഥാകാരനാണ് UK കുമാരൻ. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ബന്ധങ്ങളിലെ കെട്ടുറപ്പിനെക്കുറിച്ചും ആ ബന്ധങ്ങൾ ഏറ്റവും ദൃഢമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തി അനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ കഥ എഴുതിയ ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഓരോ വിളിയും കാത്ത് എന്ന കഥ ചിലരെങ്കിലും പുസ്തകം കിട്ടിയ ഉടനെ വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവർ വേഗം തന്നെ വായിക്കുകയും വേണം. ഈ കഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരമ്മയുടെ കഥയാണ് പറയുന്നത്. ആ അമ്മയെ ഒറ്റയ്ക്കാക്കണമെന്ന് മകന് തോന്നിയതുകൊണ്ടല്ല. മകൻ പട്ടണത്തിലാണ് താമസിക്കുന്നത്. മകൻ്റെ ജോലി പട്ടണത്തിലാണ്. അടുത്ത തവണ വന്നപ്പോൾ എന്തു തന്നെയായാലും അമ്മയെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് മകൻ തീരുമാനിച്ചത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വീടാകെ ശൂന്യമായതുപോലെ, അച്ഛൻ്റെ മരണത്തോടുകൂടി അവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ. അച്ഛനില്ലാത്ത വീട് ഒരു വീടായിട്ടേ മകന് തോന്നുന്നില്ല. എങ്കിലും അമ്മ പുതിയ അവസ്ഥയുമായൊക്കെ പൊരുത്തപ്പെടാൻ തയ്യാറായിരിക്കുന്നതായിട്ട് മകന് തോന്നുകയും ചെയ്യുന്നു. പട്ടണത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകണം എന്ന് തന്നെ വിചാരിച്ച് അമ്മയോട് മകൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ചിലത് മകനുമായി പങ്കുവെക്കുന്നത്. മകൻ്റെയും അമ്മയുടെയും ഓർമ്മകളിലൂടെ അച്ഛനെ കഥാകൃത്ത് നമുക്ക് കാട്ടിത്തരുന്നു. അച്ഛൻ കുറേ കാലമായി കിടപ്പിലായിരുന്നു. കിടപ്പിലാണെങ്കിലും പറമ്പത്ത് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില കാര്യങ്ങൾ അന്വേഷിക്കുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന അച്ഛനെയാണ്
നമ്മൾ കാണുന്നത്. മകൻ ഓർമ്മിക്കുകയാണ്, തേങ്ങ മൂത്തു എന്ന്, അടക്ക പാകമായി എന്ന്, കന്നിനെല്ലിന് വേലി കെട്ടാൻ കാലമായി എന്ന് ഒക്കെ അച്ഛൻ കിടന്ന കിടപ്പിൽ വിളിച്ചു പറയുന്നുണ്ട്. അമ്മയെ ഇടയ്ക്കിടയ്ക്കേ വിളിച്ചുകൊണ്ടിരിക്കും അച്ഛൻ. എന്തിനാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ ശബ്ദം അച്ഛന് കേട്ടുകൊണ്ടേയിരിക്കണം. അമ്മ ഈ വിളികൾക്കൊക്കെ പിന്നാലെ പാഞ്ഞ് പാഞ്ഞ് കാല് തേഞ്ഞെങ്കിലും അച്ഛൻ്റെ വിളികളുടെ കൂടെ എത്തുമായിരുന്നു. അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ അമ്മ ഏകാന്തതയിലേക്ക് ആണ്ടുപോയി. മകൻ അമ്മയെ കൊണ്ടുപോവണം, പട്ടണത്തിലേക്ക് കൊണ്ടുപോവണം എന്ന് തീരുമാനിച്ച് വാവ് കഴിഞ്ഞ് പോകാമെന്നുറപ്പിച്ച് തയ്യാറായിയെങ്കിലും വാവിൻ്റെ അന്ന് രാത്രിയിൽ ചടങ്ങുകളൊക്കെ നടത്തി ഉറങ്ങാൻ കിടന്നു. രാവിലെ അമ്മയെ വിളിച്ച് ബസ്സിൻ്റെ സമയമായി, നമുക്ക് പോണ്ടേ എന്ന് പറയുമ്പോൾ അമ്മ എണീക്കുന്നില്ല. മകൻ ചോദിക്കുന്നു, അമ്മേ നമുക്ക് പോകണ്ടേ, എന്തൊരു കിടപ്പാണ് ഇത്? അമ്മ അപ്പോൾ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് വരുമോ മോനെ, അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനിയും വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലയെന്ന് വെച്ചാൽ. അവിടെയാണ് കഥ അവസാനിക്കുന്നത്. കഥ ഓർമ്മിച്ച് നോക്കി നമ്മൾ അത് ഒന്നുകൂടി നമ്മൾ വായിക്കുമ്പോഴാണ് കഥയിലെ കഥാപാത്രങ്ങളുടെ സങ്കടവും സംഘർഷവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാവുക. അച്ഛൻ്റെ മരണത്തോടുകൂടി ഒറ്റയ്ക്കായിപ്പോയ അമ്മയുടെ കഥയാണ് ഓരോ വിളിയും കാത്ത് എന്നത്. ആ കഥയിൽ മകനുണ്ട്. മകൻ നഗരത്തിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മകന് അമ്മയുടെ കൂടെ എല്ലായ്പ്പോഴും നിൽക്കാൻ കഴിയുന്നുമില്ല. അമ്മയെ ഒറ്റയ്ക്കാക്കണമെന്ന് മകന് തോന്നിയതുകൊണ്ടല്ല, ജോലി കാര്യവുമായി ബന്ധപ്പെട്ട് നഗരത്തിലേക്ക് പോകേണ്ടി വന്ന മകനും. അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അമ്മയെ തനിച്ചാക്കി മകൻ പട്ടണത്തിലേക്ക് പോയി. മകന് വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, തൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറായി നാട്ടിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വല്ലാത്ത ശൂന്യത, വീടായിട്ടേ തോന്നുന്നില്ല. ശബ്ദങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു. ശബ്ദങ്ങളൊക്കെ കാറ്റിൽ എങ്ങോ പറന്നു പോയതുപോലെ. അമ്മയാണെങ്കിൽ അച്ഛൻ മരിച്ചു പോയി എന്നത് ഉൾക്കൊള്ളാൻ അത്രയ്ക്ക് കഴിയുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ അമ്മ വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്ന് വീണു പോയതുപോലെ. അമ്മ എങ്കിലും പുതിയ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. പാഠം നമ്മൾ വായിച്ചവർക്ക് അമ്മയുടെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും. മകൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീടാകെ ശൂന്യം. അച്ഛൻ്റെ ഒച്ചയില്ല, പരിഭവം പറച്ചിലില്ല, പരാതി പറച്ചിലില്ല. അച്ഛനില്ലാതായിപ്പോയപ്പോൾ വീടായതേയില്ല. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ. അച്ഛനുള്ള സമയത്ത് ചുറ്റുപാടുള്ളവരുമായും ഒക്കെ അച്ഛൻ സംസാരിച്ചിരുന്നതായി നമ്മൾ കഥയിൽ കാണുന്നുണ്ട്. ചില അയൽവക്കക്കാരുമായും പൈക്കച്ചവടക്കാരനായ ഒരു ചാത്തുചെട്ടിയാരുമായും ഒക്കെ അച്ഛൻ സംസാരിച്ചതും ബന്ധം സ്ഥാപിച്ചതുമൊക്കെ കഥയുടെ അവസാന ഭാഗം നമ്മൾക്ക് മനസ്സിലാവും. ഈ അമ്മ അച്ഛനില്ലാതായതോടുകൂടി ഏകാന്തത അനുഭവിക്കുന്ന അമ്മ പെട്ടെന്ന് തളർന്നു പോകും എന്ന ചിന്ത മകനെ വല്ലാതെ വേദനിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകണമെന്ന് മകൻ തീരുമാനിച്ചത്. പോകാനൊന്നും ആദ്യം തയ്യാറായിരുന്നില്ല അമ്മ. പക്ഷേ വാവ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് അമ്മ മകനോട് പറയുന്നു. വാവ് കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും, മരിച്ചവർക്ക് വേണ്ടി ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്ന ചില ചടങ്ങുകളൊക്കെയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പോകാം എന്ന് അമ്മ ഏറ്റെങ്കിലും അന്ന് രാത്രി അമ്മ വീണ്ടും ചില വികാരങ്ങളും ചിന്തകളും മുറുകി വന്ന് പോകേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. പോകേണ്ട എന്ന് തീരുമാനിക്കുന്നത് രാവിലെയാണ് മകൻ അറിയുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന അമ്മ എഴുന്നേൽക്കുന്നില്ല. അമ്മേ, എന്താണ് എണീക്കാത്തത്?
മകൻ ചോദിക്കുമ്പോഴാണ് അമ്മ പറയുന്നത്, ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നലെയും വിളിച്ചു, ഇനി വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലയെന്ന് വെച്ചാൽ അവിടെയാണ് കഥ അവസാനിക്കുന്നത്. കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അമ്മ അനുഭവിക്കുന്ന ഏകാന്തത, അതോടൊപ്പം അച്ഛൻ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്നൊരു ചിന്ത. അമ്മ അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പാഞ്ഞു പോയിരുന്നു. എപ്പോഴും അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പാഞ്ഞു പോയ അമ്മയാണ് അച്ഛൻ്റെ മരണത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്. ആ അമ്മ എല്ലാ വിളികളും നഷ്ടപ്പെട്ട്, എല്ലാ ശബ്ദങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരവസ്ഥ ഈ കഥയിൽ നമുക്ക് കാണാനാവും. ആ അമ്മ കാത്തിരിക്കുന്നത് അച്ഛൻ്റെ വിളിയെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥയ്ക്ക് ഓരോ വിളിയും കാത്ത് എന്ന് പേര് കൊടുത്തതും. കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും മറ്റ് വ്യക്തി സംഘർഷങ്ങളുടെയും ഒക്കെ കഥ പറഞ്ഞ ഒരു എഴുത്തുകാരനാണ് UK കുമാരൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഈ കഥയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഓരോ വിളിയും കാത്ത് എന്ന കഥ വളരെ വർഷം മുമ്പ് ഞാൻ എഴുതിയതാണ്. വീട്, കുടുംബം എന്നീ പശ്ചാത്തലമാക്കി ധാരാളം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത്തരമൊരു സാമൂഹ്യ പരിസരം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടവയുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമുക്കറിയാം, നമ്മുടെ സമകാലീന ജീവിതത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കുടുംബത്തിലും പ്രായമായ വ്യക്തികളിലൊക്കെ തന്നെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും അനാഥമാക്കപ്പെട്ട വാർദ്ധക്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യം. ഈ കഥ വായിച്ചിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് 2 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥിനി എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഇതിവിടെ പറയാൻ കാരണം, പലപ്പോഴും ഇത് വായിക്കുമ്പോൾ ആ കഥയുടെ അർത്ഥങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ വ്യക്തിക്കും തോന്നാവുന്ന ഒരു സംശയമാണത്. ആ വിദ്യാർത്ഥിനി ചോദിച്ചത്, അമ്മയെ വീട്ടിൽ തനിച്ചാക്കി പോകുന്ന മകൻ എന്നെങ്കിലും ആ അമ്മയെ വിളിച്ചു കൊണ്ടുപോകുവാൻ വരുമോ എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇതെന്ന് തോന്നുകയാണ്. കാരണം അത്തരത്തിലുള്ള ചോദ്യത്തിലേക്ക് ആ കഥയെ എത്തിച്ചു എന്നുള്ളതാണ് കഥയുടെ പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ കുട്ടിയോട്, എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? അന്ന് ആ കുട്ടി പറഞ്ഞ മറുപടി, ആ അമ്മയെ, പ്രത്യേകിച്ചും പ്രായമായ ഒരമ്മയെ അങ്ങനെ തനിച്ചാക്കി പോകാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം, ഒരു സംശയം നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനാഥ വാർദ്ധക്യങ്ങളും നമ്മുടെ മുമ്പിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്കാണ് പുതിയ തലമുറ മറുപടി കണ്ടെത്തേണ്ടത് എന്നെനിക്ക് തോന്നുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളൊക്കെ തന്നെ നമ്മുടെ വിളി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. എങ്ങനെയാണ് ഒരു വീട് വീടാവുന്നത് എന്ന് ആ കഥയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു സാന്ദ്രമായ കരുതലുള്ള ഒരു കുടുംബ സംവിധാനത്തെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഓരോ വിളിയും കാത്ത് എന്ന കഥയിൽ, അല്ലെങ്കിൽ എന്ന കഥയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്നെനിക്ക് തോന്നുകയാണ്. കഥാകൃത്തിൻ്റെ
കഥ എഴുത്തിൻ്റെ അനുഭവം നിങ്ങൾ കേട്ടല്ലോ. ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യവുമൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കഥയെ പല തരത്തിൽ നമുക്ക് വായിക്കാനാവും, പല വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാനാവും. ഓരോരുത്തരും കഥ വായിക്കുന്നത് അവനവൻ്റെ അനുഭവ പരിസരം വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കഥാ വായനയും ചിലപ്പോൾ വ്യത്യസ്തമാവാം. നമുക്ക് നമ്മുടേതായ രീതിയിൽ കഥ വായിച്ചെടുക്കണം. അങ്ങനെ വായിക്കാവുന്ന കുടുംബ ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് വായിക്കാവുന്ന ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത് എന്നത്. കഥയുടെ തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. ടീച്ചറൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു. അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകൻ്റെ പേടി. ഇത്രയും കാലം അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലെയും അമ്മ ഓടുകയായിരുന്നു. മുറിക്കകത്ത് വെച്ചോ പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛൻ്റെ വിളിയുണ്ടാവുക. അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും. അമ്മ ഒരിക്കലും അതിന് ഇട കൊടുക്കാറില്ല. അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി, അതിന് മറുവിളി കൊടുക്കുക എന്നുള്ളതും അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു. കഥ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അമ്മ പഴയ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? പുതിയ അവസ്ഥയുമായി അമ്മ ഇണങ്ങി വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ അവസ്ഥ എങ്ങനെയായിരുന്നു? അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. എന്തായിരുന്നു അമ്മയുടെ കുറച്ചു കാലം മുമ്പേയുള്ള അവസ്ഥ? അച്ഛൻ കിടപ്പിലായിരുന്നു. അച്ഛൻ വിളിച്ചുകൊണ്ടേയിരിക്കും. പറമ്പിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ആണെങ്കിലും അമ്മ വിളി കേൾക്കണം. ഇനി അഥവാ അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും അമ്മ വിളി കേൾക്കും എന്ന ഒരു ശീലത്തിലേക്ക് വന്നിരുന്നു എന്നാണ് ഇതിൽ നിന്ന് കഥകത്ത് സൂചിപ്പിക്കുന്നത്. മകൻ വിചാരിക്കുകയാണ് അമ്മ പുതിയ അവസ്ഥയുമായി ഇണങ്ങി വരികയാണ് എന്ന്. കഥ തുടങ്ങുമ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം നമ്മൾക്കറിയാം എന്താണ് അമ്മയുടെ പുതിയ അവസ്ഥ, പഴയ അവസ്ഥ എന്തായിരുന്നു എന്ന്. ഇല്ലേ? നിങ്ങൾ ആലോചിച്ചിരുന്നോ പുതിയ അവസ്ഥയുമായി എന്ന് വായിച്ചു തുടങ്ങുമ്പോൾ എന്താണ് ഈ പുതിയ അവസ്ഥ എന്ന്? ഉണ്ടാവില്ല. മകൻ്റെയും അമ്മയുടെയും ഓർമ്മകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒക്കെയാണ് കഥ നീങ്ങുന്നത്. മകൻ എങ്ങനെയൊക്കെയാണ് അച്ഛനെ ഓർമ്മിക്കുന്നത്, അമ്മ എങ്ങനെയൊക്കെയാണ് അച്ഛനെ ഓർമ്മിക്കുന്നത് എന്നതിലൂടെയാണ് അച്ഛൻ എന്ന കഥാപാത്രവും ഒരു ചിത്രമായി വരുന്നത്. എന്താണ് മകൻ്റെ ഒരു വിഷമം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? മകന് നഗരത്തിൽ ജോലിയാണ് അല്ലേ? അച്ഛൻ്റെ മരണത്തോടുകൂടി അമ്മ വീട്ടിൽ തനിച്ചായിപ്പോയി. എന്നാലും നഗരത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മകൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അമ്മയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. മകൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ അമ്മയുടെ അവസ്ഥ എന്താണ്? ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ ഒരു നാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട്. ഇപ്പോൾ ഇതൊരു വീടല്ല. നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല. വീടിൻ്റെ അപൂർണത അമ്മയ്ക്കൊരിക്കലും സാന്ത്വനമാവുകയില്ല. അച്ഛൻ്റെ മരണം വരുത്തിവെച്ച ശൂന്യത എത്രമാത്രമാണെന്ന് ഈ ഭാഗം കേട്ടപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? മകന് വീട് ശൂന്യമായി പോയി എന്ന് തോന്നുന്ന അവസ്ഥ എത്രമാത്രം സങ്കടകരമാണ് എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ്റെ മരണത്തോടുകൂടി ഇവിടെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്?
ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ എല്ലാവരും, ഒന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് അച്ഛൻ്റെ മരണത്തോടുകൂടി നഷ്ടമായി പോയത്? പറയൂ. എന്തെല്ലാമോ ചോർന്നു പോയിരിക്കുന്നു. ഒരുപാട് പേർ ഇറങ്ങിപ്പോയതുപോലെ. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട്. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. ശബ്ദങ്ങളുടെ കരിയിലകൾ. ഈ ശബ്ദങ്ങൾ, കരിയില, ഇവ തമ്മിൽ എന്താണ് ബന്ധം? അവിടെ അതിനൊരു സാങ്കത്യമുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കരിയില എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പറന്നു പോകുന്ന ഇലകളാണ്, ഉണങ്ങിക്കരിഞ്ഞ ഇലകളാണ്. ഇവിടെ അച്ഛൻ്റെ ശബ്ദവും കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് എങ്ങോട്ടോ പറന്നു പോയിരിക്കുന്നു. അച്ഛൻ്റെ മാത്രമല്ല, ആണോ? ഈ വീട്ടിലെ അമ്മയുടെയും മറ്റെല്ലാ ശബ്ദവും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പാറിപ്പോയിരിക്കുന്നു. മാത്രമല്ല, കരിയിലയാകുന്നതിന് മുമ്പ് അതിനൊരു പച്ചപ്പുണ്ട്. ശബ്ദത്തിനും ഒരു പച്ചപ്പ് ഉണ്ടായിരിക്കും. ശബ്ദത്തിൻ്റെ പച്ചപ്പ് എന്തായിരിക്കും അത്? നമുക്ക് ആലോചിക്കാൻ വക നൽകുന്ന ഒരു വാക്കാണത്. ശബ്ദം പച്ചയായി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, പരാതികളുടെ ഒക്കെ ഒരു കാലം ഈ വീടിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ലാതായിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു വീടല്ല. അങ്ങനെയാണ് മകൻ പറയുന്നത്. എന്തുകൊണ്ടാണ് മകൻ ഇങ്ങനെ പറയുന്നുണ്ടാവുക? ഇപ്പോൾ ഇതൊരു വീടല്ല. മകൻ അങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടാവും അല്ലേ? ആ കാരണമാണ് വായനയിൽ നമ്മൾ അനുഭവിച്ചത്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്. നല്ല ചായം തേച്ച ചുമരുകൾ, വലിയ തൂണ്, വലിയ വാതിലുകൾ, ജനലുകൾ, ഇവയൊക്കെ ഉണ്ടായാൽ ഒരു വീട് വീടാകുമോ? നിങ്ങളൊന്ന് ആലോചിക്ക്, ഒന്ന് പറഞ്ഞു നോക്കൂ. ഇല്ല അല്ലേ? ആവില്ലെന്ന് നമുക്കറിയാം. തൂണും ചുമരും വാതിലും ഒക്കെയുള്ള ഒരു കെട്ടിടത്തെ നമുക്ക് വീടെന്ന് വിളിക്കാനാവില്ല. വീടാകണമെങ്കിൽ സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും അടുപ്പമുള്ള ബന്ധങ്ങളും വേണം. അവിടെ കളിച്ചിരിയും സങ്കടവും പരാതി പറച്ചിലും പരിഭവം പറച്ചിലും ഒക്കെ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ വീടാവുകയുള്ളൂ. അല്ലെങ്കിലോ വെറും ഒരു കെട്ടിടം മാത്രം. ഇവിടെയാണെങ്കിൽ അച്ഛൻ്റെ മരണത്തോടുകൂടി അമ്മ മൗനത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. വീട്ടിലിപ്പോൾ ആകെ ശൂന്യതയാണ്. അച്ഛൻ്റെ വിളികളില്ല, പരിഭവമില്ല, അമ്മയ്ക്ക് സഹിക്കിടുമ്പോഴുള്ള പൊട്ടിത്തെറികളില്ല, പരാതി പറച്ചിലില്ല, ഒന്നുമില്ല. ഈ വീട് ഇപ്പോൾ വെറും ഒരു കെട്ടിടം പോലെ ശൂന്യമായ, മൗനമായ, ശബ്ദങ്ങളെല്ലാം പാറിപ്പോയ, വെറും ചുമരും വാതിലും ഒക്കെയുള്ള ഒരു കെട്ടിടം മാത്രം. മകൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട് ശൂന്യമായി അനുഭവപ്പെട്ടതായിട്ട് മകന് തോന്നുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവും അച്ഛൻ അവിടെ ആരായിരുന്നു എന്ന്, മകനും അച്ഛനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന്. കുട്ടികളെ, നമ്മളിപ്പോൾ കഥ വായിച്ചു. കഥയിലെ അച്ഛൻ, അമ്മ, മകൻ എന്നീ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നു. ഇനി നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഈ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയല്ലോ. കുറിപ്പ് തയ്യാറാക്കേണ്ടത് വീടിനെ കുറിച്ചാണ്. മകൻ തിരിച്ചു വന്നപ്പോൾ വീട് ശൂന്യമായി തോന്നി എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ വീടാകണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതാണ് നമ്മൾ കുറിപ്പിലേക്ക് എഴുതേണ്ടത്. എങ്ങനെയാണ് നമ്മളതിന് ഒരു കുറിപ്പ് തയ്യാറാക്കുക? നമ്മുടെ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ എഴുതി വെക്കണം. എഴുതി വെക്കുന്നതിൽ ഭാഷാപരമായും ഭാവപരമായും ഒക്കെ നമ്മുടെ ചില സംഭാവനകളും ഉണ്ടാവണം. എങ്കിൽ നമ്മൾ കുറിപ്പ് എഴുതേണ്ടത് ഈ വിഷയത്തിലാണ്. ചോദ്യം ഞാൻ വായിക്കാം. ഇപ്പോൾ ഇതൊരു വീടല്ല.
നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല. ഇത് മകനാണ് പറയുന്നതെങ്കിലും കഥാകൃത്തിൻ്റെ കൂടി സങ്കല്പമാണ്. വീടിനെക്കുറിച്ചുള്ള ഈ സങ്കല്പം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നന്നായി കുറിപ്പ് തയ്യാറാക്കുക. എല്ലാവരും തയ്യാറാക്കിയ കുറിപ്പ് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ടീച്ചറുമായി ചർച്ച ചെയ്യണം. വീടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സങ്കല്പങ്ങളും നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്ന വീടിൻ്റെ അവസ്ഥയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓരോ വിളിയും കാത്ത് എന്ന കഥയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, വിശകലനം ചെയ്യാനുണ്ട്, ഒക്കെയുണ്ട്. അതിനുവേണ്ടി ഇന്ന് നിങ്ങളെല്ലാവരും ഈ കഥ നന്നായി വായിക്കുക. നേരത്തെ തന്ന പ്രവർത്തനം ചെയ്ത് ടീച്ചറെ ഏൽപ്പിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.